എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കറി വെക്കാനായി മത്തി എടുത്തപ്പം അതിൽ നിന്നും നമുക്ക് കുറേ പരിഞ്ഞിൽ കിട്ടി. അതുകൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായൊരു പരിഞ്ഞിലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ സബോള, പച്ചമുളക്, കറിവേപ്പില ഇവ ചെറുതായി എരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം. ലേശം തേങ്ങ ചിരകിയതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 2-3 സ്പൂണ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി ഇവ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മുടെ തേങ്ങയും സവോളയും പരിഞ്ഞിലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് ഉണ്ടാക്കാവുന്ന പരുവത്തിൽ ആക്കിയെടുക്കണം. നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ പരിഞ്ഞിലിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് ഓംലെറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് 2 സൈഡും ഒരുപോലെ മുരിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ പരിഞ്ഞിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ 2 സൈഡും മുരിച്ചെടുത്തിട്ടുണ്ട്. ഏറെ ടേസ്റ്റിയായ പരിഞ്ഞിലപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ ഏറെ ടേസ്റ്റിയാണ്. അതിലേറെ പോഷകപ്രദവും. ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.